നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാലേട്ടൻ്റെ ഹോട്ടലും മെഹ്റാബ് മന്തിയിലെ ഫുഡും ഒക്കെയാണ് കാണിച്ചതെങ്കിൽ ഇന്നിപ്പോൾ കാണിക്കുന്നത് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി സ്പോട്ടും ഫിഷ് നിർവാണയും ഒരു സ്പെഷ്യൽ കുനാഫ ഷോപ്പും ഒക്കെയാണ്. ആദ്യം തന്നെ കായിക്കയുടെ ബിരിയാണിയെ പറ്റി പറയാം. മമ്മൂക്കയ്ക്ക് മാത്രമല്ല, ഒരുപാട് പ്രശസ്തരായ ആൾക്കാർക്ക് കായിക്കയുടെ ബിരിയാണി വളരെ ഇഷ്ടമാണ്. അവരുടെയൊക്കെ റിവ്യൂസ് ഈ ഹോട്ടലിൽ തന്നെ പലയിടത്തായിട്ട് ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആയിരത്തി 1951 കായിക്ക മട്ടാഞ്ചേരിയിൽ കായിസ് റഹ്മത്തുള്ള ഹോട്ടൽ തുടങ്ങി. അതിനുശേഷം കൊച്ചിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണി സ്പോട്ട്സായി മാറി കായിക്കയുടെ ബിരിയാണി. ഇന്നിപ്പോൾ കായിക്കയുടെ കായിസ് ഹോട്ടലുള്ളത് കൊച്ചി മട്ടാഞ്ചേരിയിലും ദർബാർ ഹാൾ ഗ്രൗണ്ടിൻ്റെ അടുത്തുമാണ്. കായിക്കയുടെ ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് ഇവിടുത്തെ മസാലയാണ്. ഈ ബിരിയാണിയുടെ മസാല നല്ല ഇൻറ്റൻസുമാണ്. ആ മസാലയുടെ ക്വാണ്ടിറ്റിയും കൂടുതലാണ്. വിട്ടുവിട്ട് കിടക്കുന്ന നല്ല ലോങ് ഫ്ലേവർഫുൾ റൈസും ആ ഒരു ഇൻറ്റൻസ് മസാലയും സോഫ്റ്റ് മട്ടണും ഒക്കെ ആയിട്ട് കായിക്കയുടെ ബിരിയാണി വേറെ ലെവലാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഒരു അച്ചാർ തരും, ഒരു ഡേറ്റ്സ് അച്ചാർ. അതിന് ചെറിയ മധുരവും ഒരു ചെറിയ എരിവും ചെറിയൊരു പുളിപ്പും എല്ലാം കൂടെ ചേർന്നൊരു സാധനം. അത് ഈ ബിരിയാണിയിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. കായിക്കയുടെ ബിരിയാണി ഒരെണ്ണം കഴിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഒരു ബിരിയാണിയും കൂടെ വാങ്ങിച്ച് കഴിച്ചു. നമ്മൾ ഈ കഴിച്ചതിൻ്റെ ബില്ല് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. കായിക്കയുടെ ബിരിയാണി കഴിച്ച് ആ കെട്ടൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നേരെ ഈ കടയിലേക്ക് വന്നു. ഒക്ടോപ്പസ് പോർക്ക് കഫേ. നമ്മുടെ തിരുവനന്തപുരത്ത് പോർക്കിന് മാത്രമായിട്ട് ഒരു കടയില്ല. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി വന്നപ്പം ഈ കട മിസ് ചെയ്യരുതെന്ന് തോന്നിയത്. ഒക്ടോപ്പസ് പോർക്ക് കഫേ ഇരിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിനടുത്താണ്. നമ്മളിവിടെ വന്നപ്പം പോർക്കിൻ്റെ ഒരുപാട് ഡിഷസ്, പോർക്ക് ഷവർമയിൽ തുടങ്ങി പോർക്ക് അൽഫാം, പോർക്ക് റോസ്റ്റ്, പോർക്ക് പെപ്പർ റോസ്റ്റ്, പോർക്ക് മപ്പാസ്, പോർക്ക് പൊള്ളിച്ചത്, ചില്ലി പോർക്ക്, ഡ്രാഗൺ പോർക്ക് എന്ന് പറഞ്ഞ് പോർക്കിൻ്റെ കുറേ ഐറ്റംസ്. നമ്മൾ ബീഫും ചിക്കനും ഒക്കെ ഷവർമ കഴിച്ചിട്ടുണ്ടെങ്കിലും പോർക്ക് ഷവർമ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്തായാലും ഒരു പോർക്ക് ഷവർമ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോർക്ക് ബാർബിക്യൂ ഓർഡർ ചെയ്തു, 2 ടീയും ഓർഡർ ചെയ്തു. ഈ ടീ എന്ന് പറയുന്നത് നമ്മുടെ സാധാ ടീ അല്ല, പൈനാപ്പിൾ ടീയും ഗ്രേപ്പ് ടീയും. ഒരു എക്സ്പെരിമെൻ്റലായിട്ടാണ് പോർക്ക് ബാർബിക്യൂവും ഷവർമയും വാങ്ങിച്ചതെങ്കിലും പോർക്ക് ബാർബിക്യൂ ഒട്ടും തന്നെ നമ്മൾ നിരാശപ്പെടുത്തിയില്ല. ഫാറ്റൊന്നും ഇല്ലാത്ത നല്ല കിഡിലം സോഫ്റ്റ് മീറ്റും മയോണീസും എല്ലാം കൂടി പോർക്ക് ബാർബിക്യൂ നല്ല കിഡിലം ടേസ്റ്റായിരുന്നു. പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒക്ടോപ്പസിൽ വരികയാണെങ്കിൽ ഈ ബാർബിക്യൂ ഒരു മസ്റ്റ് ഐറ്റം ആണെന്ന് ഞാൻ പറയുള്ളൂ. അതിനുശേഷം അവരുടെ ഷവർമ ട്രൈ ചെയ്തു. ഷവർമ കൊള്ളായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടം നമ്മുടെ ചിക്കൻ ഷവർമയും ബീഫ് ഷവർമയാണ്. പോർക്കിൻ്റെ ഒരുപാട് ഡിഷസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ കുറേയൊക്കെ കൂടെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കായിക്കയുടെ ബിരിയാണി ഓൾറെഡി വൈറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റിയില്ല. ആ ഷവർമയും ബാർബിക്യൂ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പം ഇവരുടെ ബാക്കി ഡിഷസും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോർക്ക് ഷവർമയും പോർക്ക് ബാർബിക്യൂവും കഴിച്ചിട്ട് അതൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ട് 2 ടീ വാങ്ങിച്ചു. നല്ല ചൂട് പൈനാപ്പിൾ ടീയും ചൂട് ഓറഞ്ച് ടീയും. സംഭവം വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഈ 2 ടീയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും നമ്മൾ ഓരോന്നും കൂടെ വാങ്ങിച്ചു കുടിച്ചു. ഒക്ടോപ്പസിൽ നിന്ന് നമ്മൾ കഴിച്ചതിൻ്റെ ബില്ലാണ് ഈ കാണുന്നത്. ബില്ലും പേ ചെയ്ത് നമ്മൾ ഒക്ടോപ്പസിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഈ കാണുന്നതാണ് ഫിഷ് നിർവാണ. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഫിഷ് നിർവാണ. നമ്മുടെ ഷെഫ് പിള്ളയുടെ സ്വന്തം കണ്ടുപിടുത്തം. ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്ത നല്ല ഹമൂർ ഫിഷ് ആ ക്രീമി കോക്കനട്ട് ഗ്രേവിയിൽ ഇങ്ങ് തരും.
അതും അപ്പവും കൂടിയാണ് നമ്മൾ കഴിച്ചു നോക്കിയത്. അസാധ്യ ടേസ്റ്റായിരുന്നു. വെറുതെ അല്ല ഈ ഫിഷ് നിർവാണ നമ്മുടെ കേരളത്തിൽ ഇത്രയും ഫേമസ് ആയത്. അതും ഈ അപ്പത്തിൻ്റെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഈ ഫിഷ് നിർവാണ നമ്മൾ കഴിച്ചത് പനമ്പള്ളി നഗറിലുള്ള അലിബാബയിൽ നിന്നാണ്. അലിബാബയിലും ഉണ്ട് ഒരുപാട് ഡിഷസ്. പക്ഷെ കായിക്കയുടെ ബിരിയാണിയും നമ്മുടെ ഒക്ടോപ്പസിലെ ബാർബിക്യൂ ഒക്കെ കഴിച്ച് വയറിൽ തീരെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഫിഷ് നിർവാണയിലും അപ്പത്തിലും അങ്ങ് ഒതുക്കി. അലിബാബ എന്ന ഫിഷ് നിർവാണയും അപ്പവും കഴിച്ച് വെളിയിലിറങ്ങിയപ്പോഴാണ് ഈ കട കണ്ടത്. ഒരു വെറൈറ്റി കട. നമ്മുടെ തിരുവനന്തപുരത്ത് കുനാഫയ്ക്ക് വേണ്ടി മാത്രം ഒരു കട ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ കണ്ടു. അങ്ങനെയാണ് നേരെ ഇവിടെ കയറിയത്. വയറിൽ സ്ഥലമില്ലെങ്കിലും നമ്മൾ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇതാണ് കുനാഫ വേൾഡ്. നമ്മുടെ ഷാർക്ക് ടാങ്കിലൊക്കെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചെയിനാണ്. ഇവർക്ക് കൊച്ചിയിലും കാലിക്കറ്റിലും ഉണ്ടെന്നറിയാം. പിന്നെ സൗത്ത് ഇന്ത്യയിലെ പല മറ്റ് സ്റ്റേറ്റ്സിലും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. എന്തായാലും ട്രിവാൻഡ്രത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുനാഫ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു. ഇവർക്കൊരു കോംബോ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതാണ് ഇവരുടെ അസോർട്ടഡ് മിനി കുനാഫ. 4 പീസ് കുനാഫയാണ് ഇതിനകത്ത് വരുന്നത്. ന്യൂട്ടല്ല, ചീസ്, നട്ട്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ പലതരത്തിലുള്ള കുനാഫാസ് വരുന്നത്. വെളിയിൽ നല്ല ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും ചീസി ആയിട്ടും ഒക്കെ വരുന്ന നല്ല ഉഗ്രൻ കുനാഫാസ്. ഇതിൻ്റെ പല ഫ്ലേവറിലുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഈ ന്യൂട്ടല്ല കുനാഫയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനകത്തുള്ള നട്ട്സ് വെച്ച കുനാഫയാണ്. ആ ചീസ് കുനാഫയും സൂപ്പറായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ന്യൂട്ടല്ല കുനാഫ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുനാഫയുടെ ടേസ്റ്റ് കിട്ടുന്നില്ല. ആ ന്യൂട്ടല്ലയുടെ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് കൂടുതലും കിട്ടിയത്. എന്തായാലും സംഭവം കൊള്ളാം. എന്തായാലും ഇതും കൂടെ കഴിച്ച് അന്ന് വൈകുന്നേരം നമ്മൾ നേരെ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. അടുത്തത് ഇനി വയനാടിൻ്റെ കുറേ കഥകളാണ്. അതിനി വരും വീഡിയോസിൽ കാണാം.